സ്വന്തം രാജ്യം കാത്തു സൂക്ഷിക്കാൻ ഡിഫൻസീവ് ലീഡേഴ്സ് വേണം. അതാണ് ഇത് അല്ലേ? കൊണ്ടുവരുന്ന പൈസ അത് ഭംഗിയായി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ടീം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും തുല്യ ശക്തികളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഒരു അല്ലെ ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 ഇരട്ടി പവറിലേക്ക് ഇന്ന് മുതൽ തുടങ്ങും. ഞാനിത് കാണിച്ചത് എന്തിനാണെന്നറിയോ? നിങ്ങളെ മക്കളും ഇവൻ മിനിഞ്ഞാൻ എക്സാം കഴിഞ്ഞുള്ളൂ, 2 ദിവസം ലീവ് കൊടുത്തിട്ടില്ല. ആ പഠിത്തം കഴിഞ്ഞ് അവനെ നേരെ മുക്കി പിടിക്കുകയാണ് ബിസിനസ്സിലേക്ക്. കാരണം ശ്രദ്ധ പോവാതിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു നേരെ ഇറങ്ങാണ്. ഇത്രയും നാളും അവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യ അഭ്യസിച്ചു. പക്ഷേ ഇവൻ പഠിക്കുമ്പോൾ ഇവൻ എന്നും പറഞ്ഞിരുന്നു, പപ്പ കോളേജിൽ പോയിട്ട് അതായത് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒന്നും പഠിപ്പിക്കുന്നില്ല, എല്ലാം പഠിക്കുന്നത് തൊഴിലാളിയായിട്ട് മാറാനാണ്. അപ്പൊ എന്തായാലും ശരി, ഇനി ഇവന്റെ വാക്കുകൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട്. ഇവൻ എന്തിനു വേണ്ടി ഈ ചാർജ് ഏറ്റെടുത്തത്? ഇതിന് ഇവരെ പ്രലോഭിപ്പിച്ച ഘടകങ്ങളല്ല. ഇത് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വലിയ മെസ്സേജ് ആയിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഇനി കാര്യങ്ങളിലേക്ക് നിഷാനെ ഈ ഒരു വേദി കൈമാറുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. ഞാൻ വേദി വിടുകയാണ്. കൊടുത്തേക്കട്ടെ കേട്ടോ? അല്ല, എത്രയും പെട്ടെന്ന് എൻ്റെ റോള് കൈകാര്യം ചെയ്യുന്നതാക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങാം. അപ്പൊ ഇത്രയും പെട്ടെന്ന് ആവുന്ന വിചാരിക്കാം. നോക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളെല്ലാവരും പ്രോത്സാഹനം അല്ലെ, കാര്യം യൂത്തമ്മ മെസ്സേജ് അല്ലേ, അത് എവിടെ പോകുന്നു നോക്കാം. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാൻ ഇത്ര അവിടെ ഇരുന്നപ്പോ ഞാൻ ആകെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആകെ കുറച്ച് മെമ്മറീസ്, കുറച്ച് ഫ്രണ്ട്സ്, അല്ലാണ്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടി നേടിയോ എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് ഒന്നുമില്ല. എന്തെന്ന് വെച്ചാൽ കോളേജ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഒരു പറയണത്, മര്യാദക്ക് പഠിച്ചാൽ പ്ലേസ്മെന്റ് കിട്ടും, നല്ല മാർക്ക് മേടിച്ചാൽ ജോലിക്ക് പോവാം, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിൽ പോകും. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താ? പ്ലേസ്മെന്റ് സെല്ല് എന്ന് പറയുന്ന സെല്ലുണ്ട്. അതിന് മെയിനായിട്ട് പറയണത് എന്താ വെച്ചാൽ, ആ പ്ലേസ്മെന്റ് സെല്ലിൽ കൊണ്ടുപോയിട്ട് ഒരു ഇന്റർവ്യൂക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യും, ഇന്റർവ്യൂവിൽ എങ്ങനെ ഫേസ് ചെയ്യും, എങ്ങനെ ഈ ടോപ്പ് ലെവൽ ഈ HR എങ്ങനെ ഡീൽ ചെയ്യും എന്നാണ് പ്ലേസ്മെന്റ് സെല്ലിൽ പറഞ്ഞത്. ഓക്കെ, അതൊക്കെ അതൊരു വേറെ സൈഡ്. പിന്നെ ഒരു സെല്ലുണ്ട്, കരിയർ ഗൈഡൻസ് സെല്ല്. കരിയർ ഗൈഡൻസ് പറയുമ്പോൾ നമ്മൾ ഗ്രോത്തിലോട്ട് കൊണ്ടുപോകുന്ന സെല്ലാന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണതോ കുറെ UK സ്റ്റഡി അബ്രോഡ്, മറ്റേ സ്റ്റഡി അബ്രോഡും പറഞ്ഞിട്ട് പുറത്തോട്ട് അയക്കാൻ വേണ്ടിയാണ് ഈ കരിയർ ഗൈഡൻസും അതിന് മനസ്സിലാവും. അപ്പൊ ഈ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നമുക്ക്
വിജയിക്കാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ലൈഫിൽ സക്സസ് ആവാനോ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം എൻ്റെ അടുത്ത് മിസ്, എൻ്റെ ക്ലാസ് ടീച്ചറുണ്ട്, ഈ വർഷം പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ എന്നോട് ചോദിച്ചു, നിനക്ക് ഇത്ര മാർക്ക് മതിയോ, കുറച്ചുകൂടി തന്നെ. ഞാൻ മിസ്സിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മിസ്സേ എനിക്ക് മാർക്ക് കൊണ്ടൊരു കാര്യമില്ല, ഞാൻ ജസ്റ്റ് എനിക്ക് പാസ്സായാൽ മാത്രം മതി, ഞാനൊരു ഡിഗ്രി ഒരു എക്സ്പീരിയൻസ് മതി, എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ബിസിനസ്സാണ് ഉള്ളത്. ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ ബിസിനസ്സിൽ കയറും, എനിക്ക് പ്ലേസ്മെൻറ്റ് ഇല്ലയോ സ്റ്റഡി അക്കൗണ്ടോ ഒരു ആവശ്യമില്ല. മിസ് അതിന് ശേഷം എൻ്റെ അടുത്ത് പഠിക്കുന്നു പറഞ്ഞ വന്നിട്ടുള്ളതാണ്. മിസ്സിന് മനസ്സിലായി ഇവനെ എങ്ങനെയുള്ളൂ, അപ്പോൾ ഇപ്പം ബിസിനസ്സിലോട്ടാണ് പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ലാന്ന് മനസ്സിലായി. മിസ്സിന് തന്നെ അറിയാം ഈ പഠിക്കുന്നത് ജോലിക്ക് പോകാൻ വേണ്ടിയാണ് മിസ്സിന് അറിയാം. അപ്പോൾ ഈ ഒരു ബിസിനസ്സുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് ഈ പറയാനൊക്കെ. അപ്പോൾ കോളേജ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. The college teaches you for exams. തുടങ്ങുമ്പോൾ തന്നെ ഇപ്പൊ പഠിച്ചിരിക്കുന്നത് ഇപ്പൊ പോർഷൻസ് കംപ്ലീറ്റ് എക്സാം തോക്കും, എക്സാം പാസ്സാവണം, എങ്ങനെ നിനക്ക് ജോലി കിട്ടും? അല്ലാതെ സക്സസ് ആവാനോ അല്ലെങ്കിൽ നീ ലൈഫിൽ എവിടെ എത്തേണ്ടതെന്ന് പറയുന്നത് എന്താ? ജോലി. ഈ ജോബ് മൈൻഡ് സെറ്റാണ് നമ്മൾ ആദ്യം അവിടെ പഠിപ്പിച്ചത്. പക്ഷേ ബേസിക് നോളജ് സ്കൂളിൽ നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചു, വായിക്കാൻ പഠിച്ചു, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ഓരോ എലമെന്റ്സ് അതിപ്പോഴും നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ മാറിയിട്ടില്ല. ഇത്ര ഇന്നോവേഷൻസ് വന്നു, എന്തൊക്കെ ഇന്നോവേഷൻസ് വന്നു, പക്ഷേ ഒറ്റ സ്കൂൾ സിസ്റ്റത്തിൽ മാത്രം നോ ഇന്നോവേഷൻ. ആകെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ബോർഡ് മാറി മറ്റേ PPT സ്ലൈഡ്സ്, അതാണ് ഈ ഏറ്റവും വലിയ ഇന്നോവേഷൻ ആയിട്ട് സ്കൂളുകളിൽ അന്നത്തെ കാര്യം. ഓക്കെ, അപ്പോൾ കോളേജ് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, ഹൈ ഇൻകം സ്കിൽ അഥവാ മില്യണിയർ സ്കിൽ, ഒരു CR മന്തിലോ വർഷത്തിലോ ഏൺ ചെയ്യാൻ അവർ പഠിപ്പിക്കില്ല. ആ മാസം സ്റ്റാർട്ടിങ് സാലറി 20, അത് എനിക്ക് ഇമ്പ്രൂവ് മാക്സിമം പോയാൽ 60,000, അത് കേരളത്തിൽ. പുറത്താണെങ്കിൽ അതിനപ്പുറം. അല്ലാതെ രണ്ടാമത്തെ എങ്ങനെയാണ് പണം വർക്കാവുന്നത്, ദ ക്യാഷ് ഫ്ലോ. അവിടെ പഠിപ്പിച്ചു ക്യാഷ് ഫ്ലോ എന്താണെന്ന് കുറച്ച് മുമ്പ് പഠിപ്പിച്ചു, ഇന്നലെ പഠിപ്പിച്ചു, അത് പഠിപ്പിച്ചത്. മൂന്നാമത് എന്താണ് ഡെറ്റ്, എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ഒരു അസറ്റ്. നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയ ആൾക്കാർ എന്തൊക്കെ ചെയ്താലും ഒരു അസറ്റ് ബിൽഡ് ചെയ്യാണ്ട് എവിടെ എത്തില്ല. സോ ഹൗ ടു ബിൽഡ് അസറ്റ് ആൻഡ് വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊരു കാര്യം എവിടെ ഉൾക്കൊള്ളും? സോ പണം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിപ്പിച്ചില്ല, പണത്തിന് വേണ്ടി പണിയെടുക്കാൻ പഠിപ്പിച്ചു. അതാണ് ഞാൻ കോളേജിൽ നിന്ന് പഠിച്ച ഒരു കാര്യം. സോ ഇതൊരു കണക്കാണ്, റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് ഗ്ലോബലി ഉള്ളൊരു കണക്കാണ്. അതിൽ 75% ഓണ്ടർപ്രണർ അഥവാ നമ്മളല്ല, സംരംഭം. 15% ഇൻവെസ്റ്റേഴ്സ്, 7% അത്ലീറ്റ്സ്, 3% ആർട്ടിസ്റ്റ്. ഇതിലെ 0% ആവാൻ വേണ്ടിയാണ് ഈ കോളേജും സ്കൂളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത് കാര്യമുണ്ട്? അപ്പോ നെക്സ്റ്റ് എംപ്ലോയീസ് ആർ ഗവൺമെന്റ്. ആ 0% ആൾക്കാർ ജീവിക്കുന്നത് വർക്ക് ഓറിയന്റഡ്. അവർക്കൊരു ലക്ഷ്യമില്ല, എവിടെ എത്തണമെന്നോ എന്തോ ഇങ്ങനെ തട്ടിമുട്ടിയും ജീവിച്ചു പോവാം, അല്ലാണ്ട് വേറെ എവിടെ എത്തണമെന്നൊരു ആഗ്രഹമില്ല. ദേ ലീവ് ഫോർ ദ സർവൈവൽ. ഓക്കെ, സോ ഇത്രയും പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഡ്രീമില്ലേ? ഡ്രീമില്ലാത്ത ആരുമില്ലല്ലോ. ഇപ്പോഴാ പറഞ്ഞേക്കാം, ഡ്രീമൊന്നും ഇല്ലെങ്കിൽ വന്നിട്ട് കാര്യമില്ല. ഡ്രീമാണ് നമ്മളെ വർക്ക് ചെയ്യാനും നമ്മളെ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്, മോട്ടിവേഷൻ. ഒരു ഡ്രീം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും 25 വയസ്സിന് മുന്നേ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാം എന്നാണ് എൻ്റെ ഡ്രീം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് മുതൽ അതിനുവേണ്ടി പുറപ്പെടാണ്. സോ ഇന്നത്തെ പ്രത്യേകത എന്താ? ഇന്ന് വന്നവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൽ ഈ വന്നവരെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗമാകാൻ പറ്റി. സോ ഈ വന്നവരെ കൊണ്ട് ഞാൻ പറക്കാൻ പോവാണ്.
വരുന്നവർക്ക് കൂടാം, ഇല്ലാത്തവർക്ക് പോകാം. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ബിൽഡ് എ ഡ്രീം ആൻഡ് വിഷൻ. ആദ്യം ഒരു ഡ്രീം, ഒരു വിഷൻ ഉണ്ടാക്കണം. ലക്ഷ്യമില്ലാണ്ട് നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അല്ലാണ്ട് ചൂസ് ചെയ്യാൻ അച്ചീവ് സാറേ എനിക്ക് കുറച്ച് കടവുണ്ട് അത് തീർക്കാൻ വേണ്ടിയാണ് ചൂസ് ചെയ്യാൻ അച്ചീവ് ചെയ്യാൻ പറഞ്ഞത്, അതല്ല ഡ്രീം. ദാറ്റ് ഈസ് നോട്ട് ദ ഡ്രീം. ഡ്രീം ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അതിലെത്തിപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ എമൗണ്ടാണ് ചൂസ് ചെയ്യാറെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ആ ഡ്രീമൊക്കെ ഉണ്ട്, പക്ഷേ യു നീഡ് ടു ഡോക്യുമെന്റ് ദാറ്റ് വിഷൻ. എങ്ങനെ എത്തണം? എങ്ങനെ എത്തുന്നത് നമ്മുടെ എം ഡി പഠിപ്പിച്ചത്. എങ്ങനെ എത്താം, എവിടെ എത്തണം, എന്നെത്തണം, അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, പക്ഷേ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് സ്വപ്നമുണ്ട്, പക്ഷേ ദേ ആർ നോട്ട് ഡിസിപ്ലിൻ. അത് വെച്ചാൽ സ്വപ്നത്തിലോട്ട് എത്തിപ്പെടാനുള്ള മാർഗം കിട്ടിയാലും പക്ഷെ അത് എങ്ങനെ എത്തണം അറിയില്ല. ഓക്കെ, അപ്പോ സ്വപ്നം മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. സ്വപ്നം ഒരു പ്ലാനിലാണ്. ദ ഡ്രീം വിത്തൗട്ട് എ പ്ലാൻ ഈസ് ജസ്റ്റ് എ വിഷ്. അത് സ്വപ്നമുണ്ട്, പക്ഷേ പ്ലാനൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഓക്കെ, ഞാൻ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി പയ്യൻ്റെ അടുത്ത് ചോദിക്കാം, ഓക്കെ നിന്റെ ഡ്രീം എന്താണ്? പറയും എനിക്ക് ഇത്ര ലെവലിൽ എത്തണം, എനിക്കൊരു കാറ് ലംബോർഗിനി കാറ് വാങ്ങണം, പ്ലാൻ. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയിട്ട് ഞങ്ങൾ അച്ചീവ് ചെയ്യാം. അതുകൊണ്ട് എവിടെ എത്താൻ പോകണം. സോ ഡ്രീം വിത്തൗട്ട് എ പ്ലാൻ ഇസ് അതൊരു ആഗ്രഹം മാത്രമാണ്. ഒരു പ്ലാൻ ഇല്ലാണ്ട് ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു ആഗ്രഹമായി തീരും. ആൻഡ് സ്റ്റെപ്പ് 3 ഫസ്റ്റ് നമ്മൾ ഡ്രീം, നമുക്ക് ഡ്രീം എന്താന്ന് നോക്കി. സെക്കൻഡ് വൺ ദ പ്ലാൻ, നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്തു. ബട്ട് ദ തേർഡ് വൺ എങ്ങനെ പോകണം, ഏത് വഴികളിലൂടെ സഞ്ചരിച്ചാലും നിങ്ങൾ അതിലെത്തിപ്പെടും. അതാണ് 3 ദ റോഡ് മാപ്പ്. വെൻ യു മേക്ക് എ പ്ലാൻ യു മേക്ക് എ റോഡ് മാപ്പ്. പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനുവേണ്ടി ഒരു റോഡ് മാപ്പ് കൂടി ഉണ്ടാക്കും. ആൻഡ് ഡ്രീം കാണിച്ചു തന്നോ. ഓക്കെ, ദിസ് ഈസ് ദ റോഡ് മാപ്പ്. പല വളവും തിരിവും ഉള്ള റോഡ് മാപ്പ് ആയിരിക്കും. അല്ലാണ്ട് ഡ്രീമിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ഇല്ല. എപ്പോഴും കഷ്ടപ്പെടാണ്ട് എവിടെ എത്തിപ്പെടാം. ഫോർ എക്സാമ്പിൾ ദ ഓൾഡ് പാത്സ് ടു ഹെവൻ. സ്വർഗത്തിലോട്ടുള്ള വഴി എപ്പോഴും നരകം പോലെ, പക്ഷേ നരകത്തിലോട്ടുള്ള വഴിയോ സ്വർഗം പോലെ ആയിരിക്കും. അതെന്താ വെച്ചാൽ ഓക്കെ കഷ്ടപ്പെടാണ്ട് സ്വർഗത്തിൽ എത്തൂല, അഥവാ നമ്മുടെ ഡ്രീമിലോട്ട് എത്തൂല. എളുപ്പ വഴികൾക്ക് എളുപ്പമാകാനാണ് നരകത്തിൽ എത്തണം. ഓക്കെ, സോ ഇത്ര നെക്സ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ റോഡ് മാപ്പ് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റോഡ് മാപ്പ് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യണം. ഇത്ര കിലോമീറ്റർ എത്തി നമ്മുടെ പ്രോഗ്രസ്, അഥവാ മൈൽ സ്റ്റോൺസ്. ഫോർ എക്സാമ്പിൾ ഇതാണ് റോഡ് മാപ്പ് എങ്കിൽ ഫസ്റ്റ് നമ്മൾ 50 കിലോമീറ്റർ, പിന്നെ 75 കിലോമീറ്റർ, പിന്നെ 100 കിലോമീറ്റർ, അങ്ങനത്തെ ഒരു മൈൽ സ്റ്റോൺസ്. ഓരോ മൈൽ സ്റ്റോൺസ് കടന്നാലേ നമ്മുടെ ഡ്രീമിലോട്ട് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, ദ മൈൽ സ്റ്റോൺ യു വിൽ ക്രോസ് ഈസ് വെയർ യു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോഗ്രസ് അച്ചീവിംഗ് ഗോൾ. ഓരോ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എവിടെ എത്തി, നമ്മളിപ്പോൾ എവിടെയാണ്, നമ്മുടെ ഡ്രീമിലോട്ട് എവിടെ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മൈൽ സ്റ്റോൺ നിങ്ങൾ എടുത്ത മൈൽ സ്റ്റോൺ ബാക്ക് യെസ്. എന്താണ് ഈ മൈൽ സ്റ്റോൺ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? അതായത് 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 30-ാം തീയതി, അതായത് നമ്മുടെ അടുത്ത മാസം മെയ് 30-ാം തീയതി നേടാൻ പോകുന്ന ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്തായിരുന്നു? 60,000 രൂപ. ഓക്കെ, സെക്കൻഡ് മൈൽ സ്റ്റോൺ 75 കിലോമീറ്റർ ജൂണിൽ 10 ലക്ഷം രൂപ അല്ലേ? അപ്പൊ ഈ മൈൽ സ്റ്റോൺ സെറ്റാക്കിയിട്ട് പോകണം എന്നാണ് ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ മൈൽ സ്റ്റോൺ ആണ് നമ്മൾ സെറ്റാക്കി മുന്നോട്ട് പോയാൽ അത് 2 കോടിയിലേക്ക് എത്തുള്ളൂ. മൈൽ സ്റ്റോൺ ഇല്ലാണ്ട് എത്തില്ല. അപ്പൊ ഓരോന്ന് കട്ട് ചെയ്ത് മുന്നോട്ട് എത്തിപ്പെടാൻ. ഓക്കെ, യെസ്, കണ്ടിന്യൂ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ആദ്യം സ്റ്റെപ്പ് 1 ഡ്രീം ഉണ്ടാക്കി, അതിനുവേണ്ട പ്ലാൻ ഉണ്ടാക്കി, പിന്നെ ഒരു റോഡ് മാപ്പ് സെറ്റ് ചെയ്തു, പിന്നെ അതിലോരോ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്തു. ഓക്കെ, ദ 2 CR മിഷൻ ഈസ് ജസ്റ്റ് എ മൈൽ സ്റ്റോൺ ടുവേർഡ്സ് യുവർ ഡ്രീം. ഈ 2 കോടി എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് ഗോളോ ഡ്രീമോ അല്ല.
ജസ്റ്റ് ഒരു മൈൽ സ്റ്റോൺ, നിങ്ങളുടെ സ്വപ്നത്തിലോട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് നമ്മുടെ 2CR ഡ്രീം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു മേക്ക് എ ഡിസിഷൻ ടുവേർഡ്സ് യുവർ ഡ്രീം. ഓക്കെ, ഇനി എങ്കിലും തീരുമാനം എടുത്തില്ലെങ്കിൽ കാര്യമില്ല. ഈ 2 ദിവസം വെറുതെ ഇത്ര യാത്ര ഇനിയെങ്കിലും നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി തീരുമാനം എടുത്തില്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡ്രീം സക്സസ് ചെയ്യാൻ വേണ്ടി പോയി അവരുടെ താഴെ നിന്ന് പണിയെടുത്തു, അവരുടെ ഡ്രീം അച്ചീവ് ചെയ്തു പോകും, നിങ്ങൾ അവരുടെ താഴെ നിന്ന് പണിയെടുക്കും. ഇതിലേതെങ്കിലും ഓപ്ഷൻ ഇന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സക്സസ് ഈസ് എ ഡിസിഷൻ. നിങ്ങൾ ഒറ്റൊരാൾ തീരുമാനം എടുക്കാണ്ട് നമ്മൾ എവിടെ എത്തില്ല. ഞാൻ പറയാം, ഇത്രയും നാളും ഞാൻ ഒരു ചൈനീസ് ബാമ്പു നേടണം. ചൈനീസ് ബാമ്പു, ഓക്കെ, അതിൽ പറഞ്ഞാൽ ആദ്യം വിത്തിട്ട് കൊടുത്താലും വളരില്ല, അതിൻ്റെ കൂടെ വേറെ ചെടികൾ നിർത്തിയാൽ ആ ചെടി വളർന്നു, പക്ഷേ ചൈനീസ് ബാമ്പു വളരില്ല. പക്ഷേ 5 വർഷം കഴിയുമ്പോഴല്ല ഇതൊരു വളർച്ചകൾ വളരും. ഓക്കെ, ആ ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ ഇപ്പൊ തന്നെ വന്ന് സക്സസ് ആവുന്നല്ല, ഇറ്റ്സ് ടേക്സ് ടൈം. ഞാൻ ചെറുതിലെ വാപ്പ് ചെയ്യുന്നത് കണ്ട് വളർന്ന ഒരാളാണ്. എന്തൊക്കെ ഞാൻ പണ്ടൊക്കെ മറ്റേ കാറ്ററിങ്ങിനോട് കൂടെ പോകും, ഓരോന്ന് കാണും. ഇപ്പോൾ ജസ്റ്റ് ലൈഫ് സ്ലൈഡ് ഞാൻ ഉണ്ടാക്കും, അതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കും. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞു. ഇനി 5 വർഷം പോലെ ഈ ബാമ്പു പോലെ ഞാൻ വളരാൻ പോവാണ്. ഒന്നിച്ച് എല്ലാവരെയും കൊണ്ട് ഞാനും വളരാൻ പോവാണ്. നമ്മൾ സക്സസ് ആവുകയും നമ്മൾ ഒറ്റൊരാളാണ്. യു ആൻഡ് ഓൺലി യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ലൈഫ്. നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നു അതിനെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് വേറൊരാൾ വരുത്തിച്ചത് കൊണ്ടൊന്നല്ല. നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്ന ഓരോ തീരുമാനമാണ് നമ്മൾ ഓരോ സ്ഥലത്തും എത്തിക്കുന്നത്. ആൻഡ് എപ്പോഴും ബിക്കം അഡിക്റ്റഡ് ടു ബെറ്ററിങ് യുവർ സെൽഫ്. ഓരോ ദിവസവും നമ്മളെ തന്നെ എപ്പോഴും ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അഥവാ ഡ്രസ്സിങ്ങിലായാലും, ഇപ്പൊ ഹെൽത്ത് വൈസ് ആയാലും, മൈൻഡ് സെറ്റിലായാലും നമ്മളെ തന്നെ എപ്പോഴും ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ തന്നെ കോളേജിലായിട്ട് കോളേജിൽ പോയാലും എനിക്ക് രാവിലെ 5 മണി 6 മണി ആകുമ്പോഴത്തേക്കും ജിമ്മിൽ പോകണം. എനിക്ക് ജിമ്മിൽ ആ ദിവസം ജിമ്മിൽ പോയി എന്തോ ഒരു ഫീലിംഗ്. സോ അതിലോട്ട് അഡിക്റ്റഡ് ആവാം, നമ്മളെ സ്വന്തം നന്നാക്കാൻ വേണ്ടി അഡിക്റ്റഡ് ആവാം. അതിപ്പോ ജിമ്മായാലും ബിസിനസ് ആയാലും എന്തിനായാലും. ഇപ്പൊ രാവിലെ എഴുന്നേറ്റു, സൂമിൽ കയറുന്നു, അത് കഴിഞ്ഞ് എന്താ പറയാ പുറത്ത് പോകുന്നു ഫോർ ബിസിനസ്. അത് ബെറ്റർ ആയി കൊടുക്കും ഓരോ ദിവസവും. ഇപ്പൊ ലൈഫ് സ്റ്റൈലായാലും, കാറിന്റെ കേസിലായാലും, ഇപ്പൊ ഇന്നോവ അടുത്ത ലെവലിലോട്ട് പോകുന്നത്, അങ്ങനെ എപ്പോഴും ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഡ്രസ്സിങ് എന്ത് കാര്യത്തിലായാലും എപ്പോഴും വേണ്ട ഒരു മൈൻഡ് സെറ്റ്. എന്ത് കാര്യം, നടക്കാത്ത കാര്യം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്ത് നടക്കും. യെസ് ഐ ക്യാൻ മൈൻഡ് സെറ്റ്. ഒരു കാര്യം പറയാം, ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് യെസ് ഐ ക്യാൻ. ഹു ഈസ് എ വിന്നർ? സാറേ എനിക്ക് പ്രോഗ്രാമിന് വരാൻ പറ്റില്ല, എനിക്ക് കല്യാണം വേണം, നടക്കൂല. എന്ത് സാറേ, എനിക്കൊരു മൈപ്പുണ്ടായിരുന്നു. കാര്യം എ വിന്നർ ഈസ് someone who doesn't make excuses. എനിക്ക് പറയായിരുന്നു കുറച്ച് നാൾ കൂടി ഞാൻ ഒന്ന് അടിച്ചു പൊളിച്ചോട്ടെ, 1 മാസം കൂടി ഒന്നൊക്കെ അറിയാം, ഇന്ന് മീറ്റിങ്ങിൽ കയറണോ, അടുത്ത കോൺഫറൻസിൽ കയറിപ്പോരെ, എൻ്റെ ഡ്രീം നടക്കൂല. ഓക്കെ, സോ are you ready to achieve the 2CR milestone towards your dream? Yes, I can. So ഇന്നു മുതൽ നിങ്ങളെല്ലാവരുടെയും കൂടെ ഞാൻ ഈ യാത്രയെ ജോയിൻ ചെയ്യാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാ സപ്പോർട്ടായിട്ടും എല്ലാ ഫീൽഡും ഞാൻ ഉണ്ടാവും. വിത്ത് ഫുൾ സപ്പോർട്ട് ആൻഡ് വിത്ത് ഫുൾ എനർജി ആൻഡ് മൈ ടൈം എല്ലാം ഇനി ഇവിടുത്തേക്ക്. യു ആർ മൈ പ്രയോറിറ്റി. ഇത്ര നാൾ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സ്, വേറെ കാര്യങ്ങൾ എൻ്റെ എല്ലാവരും പ്രയോറിറ്റി. പക്ഷെ ഇന്നു മുതൽ നിങ്ങളെല്ലാവരുമാണ് എൻ്റെ പ്രയോറിറ്റി. ആൻഡ് മൈ ഗോൾ
ഈ വർഷം എന്റെ മൈൽ സ്റ്റോൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും നിങ്ങൾ എല്ലാവരെയും QCR അച്ചീവ് ചെയ്യുക, എന്നിട്ടാണ് ഞാൻ എന്റെ ഡ്രീം അച്ചീവ് ചെയ്യുള്ളൂ. ആൻഡ് താങ്ക് യു.